ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് കാർമേഘങ്ങൾ വീണ്ടും ഉരുണ്ടുകൂടുകയാണ്. പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ പലതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായി. ആ പരാജയത്തെ പരാജയമായി അംഗീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും മാറി, അഥവാ അവരെ മാറ്റി. ആ സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശനും KPCC പ്രസിഡൻ്റായിട്ട് K സുധാകരനും വന്നു. ഇവർ തമ്മിൽ താരതമ്യേന മെച്ചപ്പെട്ട ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഏറെക്കുറെ വലിയ ദോഷമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് കരുണാകരനും ആൻ്റണിയും തമ്മിലുണ്ടായിരുന്ന പോലെ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിലുണ്ടായിരുന്ന പോലെയൊക്കെയുള്ള അസ്വാരസ്യങ്ങൾ ഇവർ തമ്മിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു രീതിയിലും അല്ല നടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതിനു മുമ്പ് പുതുപ്പള്ളിയിലും അതിനു മുമ്പ് തൃക്കാക്കരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് മിന്നുന്ന വിജയം ഉണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ 19 സീറ്റ് ഉണ്ടായിരുന്ന UDF 18 സീറ്റ് നിലനിർത്തുന്നു. തൃശ്ശൂർ സീറ്റ് മാത്രം നഷ്ടപ്പെടുന്നു. ആലത്തൂർ നഷ്ടപ്പെട്ടെങ്കിലും അതിന് പകരമായിട്ട് അവർ ആലപ്പുഴ സീറ്റ് പിടിച്ചെടുക്കുന്നു. അപ്പോൾ വലിയ മോശമില്ലാത്തൊരു വിജയം ഉണ്ടാകും. രാജ്യത്ത് തന്നെ കോൺഗ്രസ്സിന് ഏറ്റവും വലിയ വിജയം ഉണ്ടായൊരു സംസ്ഥാനമാണ് കേരളം. ആദ്യം രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് ജയിച്ചു. പിന്നെ രാഹുൽ ഗാന്ധി പോയപ്പോൾ ആ സീറ്റിൽ പ്രിയങ്ക ഗാന്ധിയെ നിർത്തി വിജയിപ്പിച്ചു. എങ്ങനെ നോക്കിയാലും മാതൃകാപരമായ രീതിയിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്ക് വേണമെങ്കിൽ തത്വത്തിൽ പറയാം. പക്ഷേ പ്രയോഗത്തിൽ അത് അത്ര തന്നെ ശരിയല്ല. ഇനി ഒരു വർഷത്തിനകത്ത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ നടക്കും. പിന്നെ ഒരു 3 മാസം കൂടി കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFനും വിജയം ഉണ്ടായതിൻ്റെ കാരണങ്ങൾ പലതാണ്. ഒന്ന്, സംസ്ഥാനത്തെ ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള വലിയ വിപ്രതിപത്തി, ഭരണവിരുദ്ധ വികാരം സാധാരണയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കണ്ടിരുന്നത്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അനുഭവിച്ചു. രണ്ടാമത്, ന്യൂനപക്ഷ വോട്ടുകളുടെ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളുടെ വലിയ ഏകീകരണം. മൂന്നാമത്, CPMൻ്റെ അടിസ്ഥാന വോട്ടുകളിൽ ഉണ്ടായിട്ടുള്ള ചോർച്ച. CPMൻ്റെ അടിസ്ഥാന വോട്ടുകൾ, പ്രത്യേകിച്ച് ഈഴവ പിന്നോക്ക വോട്ടുകൾ, പട്ടിക സമുദായക്കാരുടെ വോട്ടുകൾ, അതിലേക്കൊക്കെ BJP വലിയ തോതിൽ കടന്നു കയറുകയും അതിൻ്റെ ഫലമായിട്ട് LDFൻ്റെ വോട്ട് ഷെയറിൽ വലിയ കുറവ് സംഭവിക്കും. കോൺഗ്രസ് ഏതാണ്ട് പഴയ അവസ്ഥയിൽ തന്നെ നിന്നതുകൊണ്ട് അവർ വിജയത്തിലെത്തുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് UDFന് വലിയ വിജയം ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തി എന്നൊക്കെ നമ്മൾ വിശകലനം ചെയ്ത് തെറ്റായിരിക്കും. ഈ കാര്യം കോൺഗ്രസ് നേതൃത്വത്തിനും അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പാർട്ടിയുടെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്. അത് ശക്തിപ്പെടുത്തണം. പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഉള്ള പരാധീനതകൾ പരിഹരിക്കണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സന്നദ്ധമാക്കാൻ പറ്റുള്ളൂ, സജീവമാക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല, വലിയൊരു നിര നേതാക്കന്മാർ തന്നെ പൊഴിഞ്ഞു പോയി കഴിഞ്ഞു. AK ആൻ്റണി തീരെ നിർജീവാവസ്ഥയിലാണ്. ഉമ്മൻചാണ്ടി മരിച്ചുപോയി. മറ്റ് പല നേതാക്കളും തീരെ പ്രസക്തമല്ലാത്ത രീതിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ KPCC പ്രസിഡൻ്റായിരിക്കുന്ന K സുധാകരൻ, അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പ്രായാധിക്യത്തിൻ്റെ അനാരോഗ്യത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുമുണ്ട്. അദ്ദേഹത്തെ നീക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റാൻ ആ സ്ഥാനത്ത് മറ്റൊരാളെ കൊണ്ടുവരാനുള്ള ആലോചനകൾ നടക്കുന്നതായിട്ട് ഉപശാരകളിൽ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ എട്ടും പൊട്ടും തിരിയാത്ത ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ ഈ സമരം ആരംഭിച്ചിട്ടുള്ളത്. ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറയുന്നു അദ്ദേഹത്തിന് ഒരു പരിഗണന കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിനോടൊപ്പം മൺമറഞ്ഞു പോയ ലീഡർ K കരുണാകരനോടൊപ്പവും പ്രവർത്തിച്ച ആളുകളെ പാർട്ടി നേതൃത്വം ശരിയായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. എന്നാൽ പോലും അങ്ങനെ ഒരു പരാതി അദ്ദേഹം ഉന്നയിക്കുന്നു. അത് പെട്ടെന്ന് വിവാദമാകുന്നു. അതിൻ്റെ പുറകിൽ ആരൊക്കെയാണുള്ളതെന്ന് അധികം വൈകാതെ പുറത്തു വരുന്നു. കാരണം ആളുകളൊക്കെ തന്നെ ഇതിൻ്റെ പുറകിൽ ഇന്ന ആളുകളാണ്, ഇന്ന ഉദ്ദേശത്തോട്ടാണ് ഈ പയ്യനെ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നും പറയുന്നു. ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പിതാവ് വലിയ നേതാവായിരുന്നു. നിരവധി വർഷം, പതിറ്റാണ്ടുകൾ, അരനൂറ്റാണ്ടിലധികം കാലം MLA ആയിരുന്ന ആളാണ്. പല പ്രാവശ്യം മന്ത്രിയായിട്ടുള്ള ആളായിരുന്നു. 2 തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. പാർട്ടിക്കാരുടെ ഇടയിലും പൊതുജനങ്ങളുടെ ഇടയിലേക്ക് വലിയ അംഗീകാരം, സ്വീകാര്യതയുള്ള ആളായിരുന്നു. ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ യാതൊരു മേന്മയോ അവകാശപ്പെടാൻ പറ്റുകയില്ല. അദ്ദേഹം അനുതാപ നിയമനത്തിലൂടെ, ഈ ആശ്രിത നിയമനത്തിൽ കൂടി MLA ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ആനപ്പുറത്ത് കയറിയതുകൊണ്ട് ചാണ്ടി ഉമ്മൻ്റെ ആസനത്തിൽ തഴമ്പുണ്ടാകും എന്ന് നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. മാത്രവുമല്ല, ഒരു KSU നേതാവിന് കാണിക്കുന്ന പക്വത പോലും ഇല്ലാതെയാണ് ഈ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വേളയിലും അതിനുശേഷവും ഇപ്പോഴൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്.
അദ്ദേഹം ഇനിയും പല കാര്യങ്ങളും രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അർഹിച്ച രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ ഒരു അംഗീകാരം കിട്ടിയില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞത് നമുക്ക് നമ്മളെ ചിരിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഏതെങ്കിലും ചുമതല ചാണ്ടി ഉമ്മനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ തോറ്റ MLA എന്ന പേരിൽ അറിയപ്പെട്ടത്. അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോയി എന്നാണ്. നല്ല കാര്യമല്ലേ, പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഈ ചാണ്ടി ഉമ്മനെ വെച്ചുകൊണ്ട് ഈ ശിഖണ്ഡിപ്പോരെന്ന് പറയും, അതായത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാണ്ഡവന്മാർ കൗരവന്മാർക്കെതിരായിട്ട് പട നയിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ചില ആളുകൾ ചാണ്ടി ഉമ്മനെ കരുവാക്കിക്കൊണ്ട് ഈ കോൺഗ്രസ് നേതൃത്വത്തെ പ്രത്യേകിച്ച് സതീശനെയും അദ്ദേഹത്തിനൊപ്പമുള്ള മറ്റ് യുവ നേതാക്കളെയും, സതീശൻ്റെ കൂടെ യുവാക്കളുടെ ഒരു നിര തന്നെ ഉണ്ട്. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസുണ്ട്, നമ്മുടെ അങ്കമാലി MLA റോജി M. ജോണുണ്ട്, മൂവാറ്റുപുഴയിലെ മാത്യു കുഴൽനാടനുണ്ട്, ഷാഫി പറമ്പിലുണ്ട്, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. ഈ വലിയൊരു നിര തന്നെയുണ്ട്. അങ്ങനെയുള്ള ചെറുപ്പക്കാരെ അല്ലെങ്കിൽ യുവതലമുറയിൽപ്പെട്ട ആളുകളുടെ ആത്മവീര്യം തകർക്കാനും കോൺഗ്രസ് പാർട്ടി എങ്ങനെയെങ്കിലും പച്ച പിടിക്കും എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ തകർക്കാനും മൂന്നാം പിണറായി സർക്കാർ ഉറപ്പാക്കാനുമുള്ള ഒരു വിഭാഗം നേതാക്കന്മാരുടെ ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ അവരുടെ കുൽസിത പ്രവർത്തികളുടെ ഒരു തുടർച്ചയാണ് ഈ എട്ടും പൊട്ടും തിരിയാത്ത ചാണ്ടി ഉമ്മനെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇത് വരും ദിവസങ്ങളിൽ മൂർച്ഛിക്കുകയാണോ കെട്ടടങ്ങുകയാണോ ചെയ്യുമോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. കോൺഗ്രസ് ആയതുകൊണ്ട് മൂർച്ഛിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ജനപിന്തുണയുള്ള ഒരു നേതാവിനെ പാർട്ടി അംഗീകരിക്കുകയോ അയാൾക്ക് അവസരം കൊടുക്കുകയോ ചെയ്യില്ല. ഇപ്പോൾ കോട്ടയത്ത് തന്നെ എത്രയോ യോഗ്യന്മാരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. ഫിൽസൺ മാത്യൂസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം നേരത്തെ ഒരിക്കൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പുതുപ്പള്ളിയിൽ മത്സരിപ്പിക്കാമായിരുന്നു. പക്ഷേ സീറ്റ് കൊടുക്കണ്ടേ? അപ്പം ഭരിച്ചപ്പോൾ സീറ്റ് പോലും കൊടുത്തു. അല്ലെങ്കിൽ ടോമി കല്ലാരി വളരെ കാലം DCC പ്രസിഡൻ്റായിരുന്ന ആളാണ്, അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ. അല്ലെങ്കിൽ നാട്ടകം സുരേഷ് ഇപ്പോൾ DCC പ്രസിഡൻ്റായിരുന്ന ആളാണ്. ഇവർക്ക് ആർക്കും കോട്ടയം ജില്ലയിൽ സീറ്റ് കിട്ടുകയില്ല. കാരണം കോട്ടയം ജില്ലയിൽ ഒന്നാമത് ഡീലിമിറ്റേഷൻ കഴിഞ്ഞപ്പോൾ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു. ഒരു സീറ്റ് കുറഞ്ഞു, വാഴൂർ സീറ്റിലുണ്ടായി. പിന്നെ കുറഞ്ഞ് ബാക്കിയുള്ള സീറ്റിൽ തന്നെ നല്ലൊരു ഭാഗം കേരള കോൺഗ്രസ്സിന് കൊടുക്കണം. കേരള കോൺഗ്രസ്സുകാർക്ക് വേണ്ടാത്ത സീറ്റ് മാത്രമേ കാക്ക ഒത്താത്ത സീറ്റേ കോൺഗ്രസ്സിന് കിട്ടുകയുള്ളൂ. അത് കേമ്പാടി ഉള്ള കാലത്ത് കേരള കോൺഗ്രസ്സിന് കൊടുക്കുന്നതിന് ഒരു ന്യായമുണ്ട്. കേമ്പാടിയും മരിച്ചു, പശു ചത്തു, പോരിലെ പുളിയും പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഈ അവശിഷ്ട കേരള കോൺഗ്രസ്സിന് അവർ ചോദിക്കുന്ന സീറ്റുകൾ കൊടുക്കുന്നു. ചങ്ങനാശ്ശേരി കൊടുക്കുന്നു, ഏറ്റുമാനൂർ കൊടുക്കുന്നു. അവസരം കോൺഗ്രസ്സുകാർക്ക് മത്സരിക്കാൻ സീറ്റിലുണ്ടാവും. കോട്ടയത്തുള്ള കോൺഗ്രസ്സുകാർക്ക് പത്തനംതിട്ട ജില്ലയിൽ പോയി മത്സരിക്കാൻ പറ്റും, അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ പോയി മത്സരിക്കാൻ പറ്റും. അത് പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ജില്ലയിലെ കോൺഗ്രസ്സുകാരുടെ മുറയിൽ പോവുകയാണ്. അവിടെയാണ് ഈ ചാണ്ടി ഉമ്മനെ പോലുള്ള ഇത്തിക്കണ്ടികൾ പെട്ടെന്ന് ഒരു ദിവസം കയറി വന്ന് ഞാൻ നേതാവാണ്, എൻ്റെ അപ്പൻ ആനപ്പുറത്ത് കയറിയ ആളാണ്, അതുകൊണ്ട് എൻ്റെ ആസനത്തിൽ തഴമുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പരിഹാസ്യമാണ്. ഈ ചാണ്ടി ഉമ്മനെയൊക്കെ ചെവിക്ക് പിടിച്ച് ഒരു സ്ഥലത്ത് ഇരുത്തുകയാണ് പാർട്ടിക്ക്. കേരളത്തിലെങ്കിലും രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അതിന് നല്ലത് എന്നെനിക്ക് തോന്നുന്നു. ചാണ്ടി ഉമ്മൻ ആരാണ്? അദ്ദേഹം മുടി ചെയ്യാത്തതുകൊണ്ട് ഉമ്മൻചാണ്ടി ആവുകയില്ല. ഉമ്മൻചാണ്ടി മുടി ചെയ്യില്ല. മുടി ചെയ്യാത്തതുകൊണ്ടല്ല ഉമ്മൻചാണ്ടി ആയതുകൊണ്ട് മുടി ചെയ്യില്ല. ചാണ്ടി ഉമ്മന് വേറെ മുടി ചെയ്യാത്തതുകൊണ്ട് ആണ് ഉമ്മൻചാണ്ടി ആയതാണ്. അതുകൊണ്ട് ചാണ്ടി ഉമ്മന് മുടി ചെയ്യുന്നില്ല. ചാണ്ടി ഉമ്മൻ മുടി ചെയ്യില്ലെങ്കിലും ചാണ്ടി ഉമ്മൻ മാത്രമാണ്, ഉമ്മൻചാണ്ടി ആവില്ല. അപ്പോൾ അത് മനസ്സിലാക്കാത്തതാണ് ഈ ചാണ്ടി ഉമ്മൻ്റെ ഏറ്റവും വലിയ പരാധീനത. ഉമ്മൻചാണ്ടിക്ക് ഇങ്ങനെ ഒരു മകനുണ്ടായല്ലോ എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കും എന്നല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പുതിയ സാഹസം കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും മേന്മ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരി അച്ചു ഉമ്മനാണ് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നെങ്കിൽ ഇന്നിപ്പോൾ സതീശനോ സുധാകരനോ ഇതുപോലെ ഒരു വൈഷമ്യം നേരിടേണ്ടി വരുമായിരുന്നില്ല എന്ന് ഞാൻ മാത്രമല്ല, കോട്ടയം ജില്ലയിലും തിരുവിതാംകൂറിൽ പ്രത്യേകിച്ചും ആളുകൾ ധാരാളമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു വലിയ സത്യവുമുണ്ട്. ഈ പാത്രം അറിയാതെ ദാനം ചെയ്യുക എന്ന് പറഞ്ഞത് എപ്പോഴും അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും. പാമ്പിൻ്റെ പാൽ കൊടുത്തിയടിൽ പാഞ്ഞു വന്ന് കടിച്ചിടും എന്നുമുണ്ട്. അപ്പോൾ ഇത് ഓരോരുത്തരും ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവരോട് അനുഭവിക്കുന്നു എന്നല്ലാതെ വേറെ യാതൊന്നും പറയാനില്ല. മുമ്പ് കരുണാകരൻ മകനെ രാഷ്ട്രീയത്തിൽ കൊടുത്തപ്പോൾ പല ആളുകളും അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു. അന്ന് കുറ്റം പറഞ്ഞ ആളുകളുടെയൊക്കെ മക്കൾ പിന്നീട് രാഷ്ട്രീയത്തിൽ വന്നു. പക്ഷേ മുരളീധരൻ അത്ര മിടുക്കനാണെന്ന് മനസ്സിലാവുന്നത് ഈ ചാണ്ടി ഉമ്മനെ പോലെയുള്ള കൊഞ്ഞാണന്മാരെ കാണുമ്പോഴാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പന് പറയിപ്പിക്കാനായിട്ട് ഓരോ മക്കളിങ്ങനെ ഉണ്ടാകും.